ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ശ്രദ്ധിച്ചു വരികയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൈവത്വം യഹൂദന്മാരുമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന രംഗമാണ് നാം അതിന്റെ പ്രധാന വിഷയമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ വരുമ്പോൾ, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് താൻ ക്ലെയിം ചെയ്തതുകൊണ്ട് യഹൂദന്മാർ കർത്താവിനെ കൊല്ലുവാനായിട്ട്, അത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് അവർ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം യോഹന്നാൻ കർത്താവ് എങ്ങനെയാണ് ആ വിഷയങ്ങളെ ഡിഫെൻഡ് ചെയ്തത്, താൻ ദൈവപുത്രനാണ് എന്നുള്ള വിഷയത്തിൽ തന്റെ ഡിഫെൻസ് എങ്ങനെയാണ് താൻ അത് ന്യായീകരിച്ചത്, അല്ലെങ്കിൽ താൻ അതിന് തെളിവ് നിരത്തിയത് എന്നുള്ള വിഷയമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതിൽ അതിന്റെ 30 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം ടെസ്റ്റ് മണിയെക്കുറിച്ച്, കർത്താവിന്റെ സാക്ഷ്യം, കർത്താവ് ദൈവപുത്രനാണ് എന്നുള്ള വിഷയത്തിൽ കർത്താവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഉള്ള 5 കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് കുറച്ചുകൂടി ലളിതമായിട്ട് ആ വിഷയം ഒന്ന് പരാമർശിച്ച് നമ്മൾ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് സമനാക്കി എന്നുള്ള വിഷയം യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇടർച്ചയായിരുന്നു. പിതാവുമായിട്ടുള്ള തനിക്കുള്ള സമത്വം, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് സമനാക്കി. അപ്പൊ താൻ ദൈവമാണ് എന്ന് യേശു കർത്താവ് ക്ലെയിം ചെയ്തതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ യേശു താൻ ദൈവപുത്രനാണ് എന്നുള്ള വിഷയത്തിലെ കൃത്യമായ സാക്ഷ്യങ്ങൾ പ്രത്യേകമായിട്ട് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 30-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 5-ാം അധ്യായം 30-ാം വാക്യം, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ വന്നിരിക്കുന്നു. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, യേശു കർത്താവിന്റെ സാക്ഷ്യം, യേശു കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യപ്പെടുത്തൽ, അത് പറയുന്നത് ഞാൻ സ്വതവേ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ ആശയം എന്ന് പറയുന്നത്, കർത്താവ് ക്ലെയിം ചെയ്യുന്ന ക്ലെയിംസ് പിതാവിന്റെ സാക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു ദൈവമാണ്, താൻ ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ആ ക്ലെയിം, ആ സാക്ഷ്യം നടത്തുവാനായിട്ട് പിതാവാണ് തന്നെ നിയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പിതാവിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് ആ ദൈവപുത്രനാണ് എന്നുള്ള സാക്ഷ്യം എന്നാണ് അതിന്റെ ആശയം. അത് ഉൾക്കൊള്ളുവാനായിട്ട് ഇവിടെ കർത്താവ് പറഞ്ഞൊരു വിഷയം, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല, ഞാൻ കേൾക്കുന്നത് പോലെ സംസാരിക്കുന്നു. 19-ാം വാക്യത്തിലും അത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവ് ചെയ്തത് കാണുന്നത് തന്നെ പുത്രനും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു വരുന്ന വിഷയം, കർത്താവ് അശക്തനാണെന്നോ പിതാവിന്റെ സപ്പോർട്ട് ഇല്ലാതെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നോ അല്ല. ഇവിടുത്തെ വിഷയം താൻ ദൈവപുത്രനാണ് എന്നുള്ള തന്റെ അവകാശവാദം, അതാണ് യഹൂദന്മാർക്ക് ഇടർച്ചയായിരിക്കുന്ന വിഷയം. ആ പിതാവുമായിട്ടുള്ള ഇക്വാലിറ്റി, ദൈവപുത്രനാണ് എന്നുള്ള സമത്വം, അത് പ്രൂവ് ചെയ്യുവാനായിട്ട് കർത്താവ് പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം എത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടമാണ്. അതാണ് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുക. അപ്പൊ യേശു ക്രിസ്തു തന്നെ-കുറിച്ച് തന്നെ പറയുന്ന സാക്ഷ്യം, അത് പിതാവിന്റെ സാക്ഷ്യമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് കഴിയും. അത് പിതാവ് പറയുന്ന സാക്ഷ്യം, അത് യഹൂദന്മാർക്ക് അങ്ങനെ ഉൾക്കൊണ്ടതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രതികരിക്കുന്നത്. താൻ ദൈവപുത്രനാണ് എന്ന് യേശു കർത്താവ് പറയുമ്പോൾ യഹൂദന്മാർക്ക് ദൈവമാണ് യേശു എന്ന് ക്ലെയിം ചെയ്യുന്നതായിട്ടാണ് അവരത് മനസ്സിലാക്കുന്നത്. അതാണ് ആ പശ്ചാത്തലം. ന്യായപ്രമാണം പഠിച്ചു വരുന്ന യഹൂദന്മാർക്ക് ഈ ഒരു ക്ലെയിമിൽ നിന്ന് മനസ്സിലായ വിഷയം അതാണ്. അപ്പോൾ യേശു ക്രിസ്തു ആണ് ഒന്നാമതായിട്ട് തന്നെ-കുറിച്ച് തന്നെ പറയുന്ന സാക്ഷ്യം, അത് പിതാവിന്റെ സാക്ഷ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, യേശു കർത്താവ് പറയുന്ന സാക്ഷ്യം പിതാവിന്റെ ഇഷ്ടമാണ് യേശു അങ്ങനെ പറയണം എന്നുള്ളത്. യേശു കർത്താവ് തന്നെത്താൻ പറഞ്ഞു. നമുക്കറിയാം, തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഇൻഡിപെൻഡന്റ് ആണ്. അതേസമയം ഈ ആളത്വത്തിലെ പ്രോട്ടോകോൾ, പെരുമാറ്റച്ചട്ടം, നമുക്കറിയാത്തൊരു ദൈവിക പെരുമാറ്റച്ചട്ടമാണ്. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടാണ് പുത്രൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിന്റെ സ്ഥാനത്ത് ബഹുമാനിച്ചുകൊണ്ട് തന്നെ കർത്താവ് പിതാവിനോട് എല്ലാ നിലയിലും പുത്രൻ ഈക്വൽ ആണ്. എന്നാൽ പിതാവിന്റെ സ്ഥാനം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, ഈ തൃത്വം എന്ന് പറയുന്നത് ബന്ധുത്വപരമായിരിക്കുന്ന ബന്ധമാണ്. 3 വ്യക്തികൾ തമ്മിൽ റിലേഷണൽ ആയിട്ടുള്ള ഒരു ഏകത്വം, റിലേഷണൽ വൺനെസ്.
മൂന്ന് വ്യക്തികളും അവർ ഈക്വൽ ആണ്. എന്നാൽ അതേ സമയത്ത് അവർ തമ്മിലുള്ള ഒരു പ്രോട്ടോകോൾ, പെരുമാറ്റച്ചട്ടമുണ്ട്. അതെല്ലാ വിഷയത്തിലൂടെ മനുഷ്യർക്കും ദൈവം സൃഷ്ടിയിൽ ആ ഒരു പെരുമാറ്റച്ചട്ടം വെച്ചിട്ടുണ്ട്. അതിന്റെ വിസ്തീർണത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം താൻ ദൈവപുത്രനാണ് എന്ന് ക്ലെയിം ചെയ്യുവാനായിട്ട്, എന്ന് പ്രൂവ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ വാഗ്ദത്തം മശിഹയായിട്ട് മോശയും പഴയ നിയമ പ്രവാചകന്മാരും അരുളി ചെയ്തിരിക്കുന്ന മശിഹയാണ് താനെന്ന് ജനത്തോട് സമ്പാദിക്കുവാനായിട്ട് കർത്താവിനെ പിതാവ്, അത് പിതാവിന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പുത്രനിലൂടെ പിതാവ് തന്നെ സംസാരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. അപ്പോൾ യേശു ക്രിസ്തു തന്നെത്താൻ പറയുന്ന സാക്ഷ്യമാണ് ഒന്നാമത്തെ സാക്ഷ്യം. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനെ നമുക്ക് ഡിവൈൻ വിറ്റ്നസ് എന്ന് വേണേൽ വിളിക്കാം. അതായത് പിതാവ് പുത്രൻ മുഖാന്തരം പുത്രനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം, അത് ഡിവൈൻ വിറ്റ്നസ് ആണ്. യേശു കർത്താവ് ദൈവപുത്രനാണ് എന്നുള്ളതിന്റെ ഡിവൈൻ വിറ്റ്നസ് ആണ് യേശു ക്രിസ്തുവിന്റെ തന്നെ സാക്ഷ്യം. രണ്ടാമത്തേതായിട്ട് പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. 33 മുതൽ 35 വരെ വാക്യങ്ങൾ. അത് നമുക്കറിയാവുന്ന വിഷയമാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ സ്നാപകനാണ് രണ്ടാമത്തെ. 5 വിറ്റ്നസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ 5 വിറ്റ്നസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ വിറ്റ്നസ് എന്ന് പറയുന്നത് ഹ്യൂമൻ വിറ്റ്നസ് ആണ്. ആദ്യത്തെ ഡിവൈൻ ആണ്, രണ്ടാമത്തേത് ഹ്യൂമൻ ആണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് ഈ വിഷയം പറയുന്നത്. നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കണ്ടു. 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. അപ്പോൾ അവിടെയും ഈ മാനുഷിക വിറ്റ്നസ് പോലും ദൈവത്താൽ അയക്കപ്പെട്ടു. ദൈവം കൊടുത്ത സന്ദേശമാണ് യോഹന്നാൻ സ്നാപകൻ പുത്രനെ കുറിച്ച് പറയുന്ന വഴിയൊരുക്കുവാനായിട്ട് വരുമ്പോൾ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 1:7 യോഹന്നാൻ കർത്താവിനെ പരിചയപ്പെടും. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അല്ലെങ്കിൽ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ആ നിലയിൽ ഒരു സാക്ഷ്യം, ടെസ്റ്റ് മണി അല്ലെ വിറ്റ്നസിങ് നടത്തുവാനായിട്ട് ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ഉള്ള ഹ്യൂമൻ ആണ് സ്നാപക യോഹന്നാൻ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നതാണ്, 32-ാം വാക്യം, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു, അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു. ഇത് യോഹന്നാനെ കുറിച്ചല്ല ആക്ച്വലി പറയുന്നത്, മേളിലുള്ള വിഷയം. അതായത് ആരുടെ ഇഷ്ടം ചെയ്യുവാനായിട്ട് വന്നോ ആ വ്യക്തി പറയുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അവിടെ അവസാനിച്ചതിന് ശേഷമാണ് 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ 2 തലത്തിലും ഇത് നമുക്ക് മനസ്സിലാക്കാം. പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമാണ്. യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം നിൽക്കാൻ വന്നു എന്ന് 33-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യവും സത്യമാണ് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയണം. ഞാൻ തന്നെയാണ് ദൈവത്തിന്റെ കുഞ്ഞാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് സാക്ഷിക്കുന്നു. ഈ പ്രവൃത്തികൾ ആരെ ഏൽപ്പിച്ചതാ? പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തികളാണ്. 36-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്, പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നതിന്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ, യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇതെല്ലാം യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നതിന് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി, അത് പ്രൂവ് ചെയ്യുവാനായിട്ട് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളാണ്. അപ്പം യേശു കർത്താവ് ക്ലെയിം ചെയ്യുന്ന വിഷയം, എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾ, പിതാവ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ, യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതൊക്കെയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ദൈവപുത്രനാണ് എന്നതിന് തെളിവായിട്ട് നിൽക്കുന്നു. യേശു കർത്താവ് തൻ്റെ ദൈവത്വം യഹൂദന്മാർക്ക് മുമ്പാകെ അല്ലെ മതപുരോഹിതന്മാർക്ക് മുമ്പാകെ ക്ലെയിം ചെയ്യുകയാണ്. അപ്പൊ ഇതിനൊരു കാരണം, ഒരു ഐഡന്റിറ്റി. യേശു കർത്താവ് തൻ്റെ വ്യക്തിത്വം, തൻ്റെ ആളത്വം, താൻ ആരാണ് എന്നത് സംബന്ധിച്ച് പ്രൂവ് ചെയ്യുന്നു. ഇത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വം. വിശ്വാസികളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇന്ന് നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പക്ഷെ കർത്താവ് അത് ക്ലെയിം ചെയ്യാണ്. എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങൾ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, പ്രവാചകന്മാർ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, ഞാൻ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, 3 എൻ്റെ പ്രവൃത്തികൾ. ഈ ഇത്രയും വിഷയങ്ങൾ ചേർന്ന് വരുമ്പോഴത്തേന് ഈ വ്യക്തി ആരാണ് എന്നത് അവിടെ തെളിവായി വരികയാണ്. ഇനി പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തികൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് യഹൂദന്മാർക്ക്, മനുഷ്യർക്ക്, ലോകത്തിന് വെളിപ്പെടേണ്ടതിന് വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ച പ്രവൃത്തികൾ തന്നെയാണ് പുത്രൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ തന്നെ അതുപോലെ തന്നെ
അതെങ്ങനെ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചോ അതുപോലെ തന്നെ ചെയ്യുന്നതാകൊണ്ട് ഞാൻ ദൈവപുത്രനാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അതിന്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ തിരുവെഴുത്തുകൾ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതാണ് 4ാമത്തെ സാക്ഷികള് തിരുവെഴുത്തുകൾ. അവിടെ 39ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. കർത്താവ് സംസാരിക്കുന്നത് യഹൂദന്മാരോടാണ്, പരീശന്മാരോടാണ്, അറബിമാരോടാണ് എന്ന് പറഞ്ഞ് യഹൂദ ന്യായപ്രമാണം വ്യക്തമായി പഠിച്ച് അതിനു വേണ്ടി തീവ്ര മനോഭാവത്തോടെ നിൽക്കുന്ന ആളുകളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്, ന്യായപ്രമാണത്തിൽ, അതായത് പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിച്ചുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. പക്ഷെ നിങ്ങളത് പ്രാപിച്ചിട്ടില്ല, നിങ്ങൾ നിരൂപിക്കുന്നു. അപ്പോൾ കർത്താവ് പറയണം, അതിൽ എന്നെക്കുറിച്ച് തിരുവെഴുത്തുകൾ, ആ ന്യായപ്രമാണം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ സാക്ഷ്യം. നമ്മൾ ഏറ്റവും ലളിതമായിട്ട് ചിന്തിച്ചാൽ ദൈവവചനത്തിന്റെ സാക്ഷ്യം. ഇനി അതിന്റെ 5ാം അധ്യായം 46ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5ാമത്തെ സാക്ഷിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 46ാം വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ 5ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് മോശ. ഇത് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 5ാം അധ്യായത്തിന്റെ മേളിൽ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ്. യേശു കർത്താവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഉള്ള 5 സാക്ഷ്യങ്ങൾ. ഒന്ന്, യേശു ക്രിസ്തു തന്നെത്താൻ പറഞ്ഞ സാക്ഷ്യം, അത് പിതാവിന്റെ സാക്ഷ്യമാണെന്ന് കർത്താവ് ക്ലെയിം ചെയ്യുന്നു. കാരണം ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നതൊക്കെയും പിതാവ് പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പിതാവ് പുത്രൻ മുഖാന്തരം പുത്രനെ കുറിച്ച് നൽകിയിരിക്കുന്ന സാക്ഷ്യം, അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. പിതാവ് പുത്രനെ കുറിച്ച് പുത്രൻ മുഖാന്തരം എന്ന് പറയാൻ കർത്താവ് പറഞ്ഞത്, ഞാൻ സംസാരിക്കുന്നത് പിതാവ് എനിക്ക് സംസാരിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതിന് കർത്താവ് ഇൻഡിപെൻഡൻസ് ഇല്ലെന്നല്ല അതിന്റെ ആശയം. കർത്താവ് ക്ലെയിം ചെയ്യുന്നത് പിതാവ് എന്താണോ എന്നെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ക്ലെയിം, ഞാൻ ദൈവപുത്രനാണ് എന്നുള്ള ക്ലെയിം, അത് പിതാവിന്റെ ക്ലെയിം തന്നെയാണ്, അല്ലെങ്കിൽ സാക്ഷ്യമാണ് എന്ന് കർത്താവ് പറയുന്നു. 2ാമതായിട്ട് പറയുന്ന വിഷയം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ. നമുക്കറിയാം, നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ഹ്യൂമൻ വിറ്റ്നസ്, മനുഷ്യർക്ക് മുമ്പാകെ ഒരു പ്രവാചകനായി വന്ന് യെശയ്യാ പ്രവചനത്തിലും മലാഖി പ്രവചനത്തിലും പറയുന്ന പ്രകാരം, എനിക്ക് മുമ്പായി തന്റെ ദാസനെ അയക്കൂ എന്ന് പറഞ്ഞ പ്രകാരം യോഹന്നാൻ സ്നാപകൻ വന്ന് പറയുന്ന സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ പ്രവൃത്തികൾ. 4ാമത്തേത് തിരുവെഴുത്ത്, പഴയ നിയമ തിരുവെഴുത്ത്. 5ാമത്തേത് മോശ. അപ്പോൾ ഇവര് മോശയാണ് മുറുകെ പിടിക്കുന്നത്. ഞങ്ങൾ മോശയുടെ ആൾക്കാരാണ്, ഞങ്ങൾ ന്യായപ്രമാണം മോശയിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച് ഇവരെ ക്ലെയിം ചെയ്യണം. അതുകൊണ്ടാണ് ഇവർ കർത്താവിനെതിരെ നിൽക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് എന്താ വിഷയം? നിങ്ങൾ മോശയെ വിശ്വസിച്ചു, നിങ്ങൾ മോശയ്ക്ക് വേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, പക്ഷെ നിങ്ങൾ മോശയെ വാസ്തവമായും വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമായിരുന്നു. കാരണം മോശ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഈ 5 സാക്ഷികൾ നമുക്ക് ഈ 5ാമത്തെ സുവിശേഷത്തിൽ കാണാനായിട്ട് കഴിയും. ഈ വേദഭാഗത്തു നിന്ന് തന്നെ 3 പ്രധാന ഗുണപാഠങ്ങൾ കൂടെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട് 5 സാക്ഷ്യങ്ങളോടൊപ്പം തന്നെ. ഇവിടെ യഹൂദന്മാരുടെ ഒരു പ്രത്യേകത, യഹൂദന്മാർ തിരുവെഴുത്തുകളെ പരിശോധിച്ചു. ആ തിരുവെഴുത്തുകളെ അവർ വളരെ കർശനമായിട്ട് പാലിച്ചു. അവർ കാണാപ്പാടും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതാണ്, ഈ റബിമാര് അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കാണാപ്പാടും പഠിക്കും. ഇന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ 119 സങ്കീർത്തനവും 103 സങ്കീർത്തനവും ഗിരിപ്രഭാഷണവും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളും കാണാപ്പാടും പഠിക്കുന്നത് നല്ല കാര്യമാണ്, പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ യഹൂദന്മാർ പഠിച്ചതിന്റെ ഒരു പ്രത്യേകത, ഇത് ഹൃദയവുമായിട്ടൊരു ബന്ധം. ഇറ്റ് വാസ് ഓൺലി ഇൻ ബ്രെയിൻ, തലച്ചോറിൽ മാത്രമായിരുന്ന ഒരു ദൈവവചന പഠനം. എന്നാൽ ദൈവത്തിന്റെ, ഇവിടെ കർത്താവ് 39ാം വാക്യത്തിൽ, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ വചനം പ്രാക്ടിക്കലായിട്ട് പഠിച്ചു പോകണമില്ല. കർത്താവ് ഇവരോട് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വചനം കീറി മുറിച്ച് പഠിക്കുന്നു. ബ്രദറുകാരെ കുറിച്ചും അങ്ങനെ പരീശന്മാരെ പോലെ തന്നെ കീറി മുറിച്ച് പഠിക്കുക. പക്ഷെ ഇത് തലച്ചോറിലിരിക്കുക. ഇപ്പൊ തലച്ചോറിലില്ലെന്നുള്ളതാ സത്യം. അപ്പോൾ ഇത് കീറി മുറിച്ച് പഠിക്കുന്നു. പരീശന്മാര്, ശാസ്ത്രിമാര്, റബിമാര് നമുക്കറിയാം. ശാസ്ത്രിമാര് ഈ ന്യായപ്രമാണം പകർത്തി എഴുതുകയും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ശാസ്ത്രിമാര്. എസ്രാ ശാസ്ത്രിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കാലത്ത് വളരെ കൃത്യമായ നിലയിൽ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണം വായിക്കുന്നത്, നിങ്ങൾ ശോധന ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ വള്ളിയും പുള്ളിയും ഒക്കെ കൃത്യമായിട്ട് നോക്കി വായിച്ച് കാണാപ്പാടം പഠിച്ച് അതിന്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്താ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ വിഷയം, ഇത് വായിക്കുന്നതിൽ കൂടി നിത്യജീവൻ പ്രാപിക്കാം എന്നതാണ് ഇവരുടെ കൺസെപ്റ്റ്. അതാണ് അവർക്ക് പറ്റിയ പാളിച്ച്. ഈ ന്യായപ്രമാണം വായിക്കുന്നതിൽ കൂടി അതിലെ ബാഹ്യമായിരിക്കുന്ന റിലീജിയസ്
റിച്വൽസ് എന്ന് പറഞ്ഞാൽ മതപരമായിരിക്കുന്ന ആചാരങ്ങൾ, ചതകുപ്പയിലും ചീരയിലും ഒക്കെ ദശാംശം കൊടുത്തു, ദശാംശം കൃത്യമായിട്ട് കൊടുക്കുക, ശബത്തിൽ ഒരു പണിയും എടുക്കാതെ വെള്ളം പോലും ഇറക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആചാരപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് രക്ഷ പ്രാപിക്കാം എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. എന്റെ കർത്താവ് എന്താ പറഞ്ഞേ? ആ ന്യായപ്രമാണം എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇവർക്ക് പറ്റിയ പരാജയം, ഇവര് ന്യായപ്രമാണം അതിന്റെ റിച്വലും കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിലും ഇതിന്റെ ഉള്ളിലെ ആരെക്കുറിച്ചാണോ പ്രവാചകന്മാരും ന്യായപ്രമാണവും പറയുന്നത്, ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുവാൻ, തിരിച്ചറിയുവാൻ, വിശ്വസിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ശരിയായ നിലയിൽ ന്യായപ്രമാണം അവർ പഠിച്ചിരുന്നെങ്കിൽ വാഗ്ദത്ത മെസ്സേജയെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ ആ പരാജയം അവിടെ പറയും. എന്നിട്ട് അടുത്ത വാക്യം എന്താ? എങ്കിലും 40-ാം വാക്യം, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ഇതിനകത്തെ കീ പോയിന്റ്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ, ന്യായപ്രമാണം പഠിക്കുന്നത്, ദൈവവചനം പഠിക്കുന്നത് നമ്മളെ തന്നെ ബോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 അധ്യായം കാണപ്പാടം പഠിച്ചിട്ടുണ്ട്. ഞാൻ 119 സങ്കീർത്തനം പഠിച്ചിട്ടുണ്ട്. ഞാൻ പഴയ നിയമം മുഴുവൻ കാണപ്പാടം പഠിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഇത്ര അധ്യായങ്ങളുണ്ട്, ഇത്ര വാക്യങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ കാണപ്പാടം പഠിച്ച് ശരിയാണ്, സമ്മാനവും ട്രോഫിയും ഒക്കെ കിട്ടുന്ന നല്ല കാര്യം. പക്ഷെ കർത്താവ് പറയുന്ന വിഷയം ഈ ദൈവവചനത്തിന്റെ അന്തസത്ത, അതായത് അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന വിഷയം, ഇതിൽ ജീവൻ അടങ്ങിയിട്ടുണ്ട്. ആ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് എന്ന് പറയാം. ക്രിസ്തുവിനെ വ്യക്തമായി അനുഭവിച്ചറിയുന്ന ഒരു അനുഭവം ഇല്ലെങ്കിൽ ഈ വചന പഠനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. യഹൂദന്മാർക്ക് പറ്റിയ പരാജയം ഏതാ? അവർ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചു. അറിയത്തില്ലേ, മോശയുടെ കാലം തൊട്ട് മോശ അവരെ കലക്കി കുടിപ്പിച്ചിട്ടുണ്ട് അവരുടെ നല്ല സ്വഭാവം കൊണ്ട്. പക്ഷെ അതിനുശേഷം മുന്നോട്ട് വരുമ്പോൾ ഇത് ചവിട്ടി കൂട്ടി ഗോഡൌണിൽ കൊണ്ട് ഇട്ടിട്ട് അവിടുന്ന് ദൈവത്തിന്റെ ഭക്തന്മാർ എടുത്തോണ്ട് വന്നു. ഇന്നും ദൈവജനത്തിന്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ 5ഉം 6ഉം ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു വേസ്റ്റ് കൊട്ട കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. ഈ ദൈവവചനത്തിന്റെ അന്തസത്തയെ ശരിയായി ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് കാരണം, ഇത് ആരെക്കുറിച്ച് പറയുന്നു, ഇത് എന്തിനു വേണ്ടി പറയുന്നു, എന്താണ് ഇതിന്റെ സെൻട്രൽ തീം? നമ്മൾ പറയും ദൈവവചനത്തിന്റെ സെൻട്രൽ തീം ക്രിസ്തു ആണ്. ഓക്കെ, ക്രിസ്തു സെൻട്രൽ തീം ആയിരിക്കുമ്പോൾ അത് വായിക്കുന്ന വ്യക്തിയുടെ ലൈഫ് ക്രൈസ്റ്റ് സെന്റേഡ് ആയിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമാകണം. എന്ന് പറഞ്ഞാൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് കുറിഞ്ഞാൽ പല ടേംസ് ദൈവവചനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നാം ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ദൈവഹിതം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിങ്ങ് പോകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വേർപാട് ഇഷ്ടമല്ല. നമ്മളൊരു സമുദായം ആയിട്ട് അറിയപ്പെടുവാനായിട്ടും സമുദായമായിട്ട് നിൽക്കുവാനും നമ്മളുടെ ആളുകൾ, വിശ്വാസികൾ ഇന്ന് താല്പര്യപ്പെടുന്നു. അതിന് കാരണം എന്താ? വേർപാട് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ അഫെയർ. അത് വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവം. പല കാര്യങ്ങളും വർജിക്കേണ്ടതായിട്ട് വരും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ വർജിച്ചത് പലതും ഇപ്പൊ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ കയറിക്കൂടലുകൾ, അല്ലെ വീട് താമസങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ വിട്ട് കളഞ്ഞതൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തിരിച്ച്. ലോകജാതികൾ എന്തൊക്കെ കാര്യങ്ങൾ വിവാഹങ്ങളിൽ ചെയ്യുന്നു അതൊക്കെ ഇന്ന് വിശ്വാസികൾ ചെയ്യും. അപ്പൊ ഒരു അവിശ്വാസി വന്ന് ഇതിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസവും കാണാനായിട്ടില്ല. കാരണം നമ്മൾ നമ്മളെ തന്നെ ഒരു സമുദായമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിച്ച ബ്രദറിൻ അസംബ്ലി ഒക്കെ മാറ്റി, ഞാൻ പേരിനെ കുറിച്ചൊന്നും പറയാനല്ല പറയുന്നത്, ബ്രദറിൻ അസംബ്ലീസ് എന്ന ഒരു പ്രാവശ്യത്തെ കർശനമായിട്ട് പിടിച്ച് നമ്മളിപ്പോൾ ബ്രദറിൻ ചർച്ചസ് ആയി മാറി. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെറും ചർച്ചായി, കത്തോലിക്ക ചർച്ചായി, മർത്തോമ ചർച്ച്, യാക്കോബ ചർച്ച്, ഇതുപോലെ ഒരു ചർച്ചായിട്ട് നമ്മൾ മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടകരമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് യഹൂദന്മാർക്കുള്ള പ്രശ്നം, ഇവര് ന്യായപ്രമാണം റിലീജിയസ്ലി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിന്റെ ഉള്ളിലെ അന്തസത്ത മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ അന്തസത്ത കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നതാണ്. അപ്പൊ ദൈവവചനം പഠിക്കുന്നത് ഞാൻ ഒരു പണ്ഡിതനാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി പഠിക്കരുത്. എനിക്ക് ന്യായപ്രമാണം മുഴുവൻ കാണാതെ അറിയാമെന്ന് ബോസ്റ്റ് ചെയ്യുവാനായിട്ട് പഠിക്കരുത്. 3, പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി, ക്രിസ്തുവിനെ നമ്മളിലേക്ക് പകർത്തുവാനായിട്ട്, ക്രിസ്തുവിനെ വ്യക്തമായി കാണുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയാകും വിധം താഴ്മയോടെ കർത്താവെ അരുളി ചെയ്യണമേ അടിയനിത എന്ന് പറയും. നമ്മൾ എന്താ പറയാ, ഓറലി നമ്മൾ വായ്മൊഴിയായിട്ട് ഇതൊക്കെ പറയും. കർത്താവെ അരുളി ചെയ്യും, ഞാൻ ഇത് റെഡി ആയിട്ടിരിക്കുന്നു, പക്ഷെ കർത്താവെ നീ പറഞ്ഞോ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കേൾക്കത്തുള്ളൂ. അങ്ങനെയല്ല. അപ്പൊ ന്യായപ്രമാണം ഇവിടെ കർത്താവ്, ഈ യോഹന്നാൻ ഇവിടെ ഈ എഴുതി വരുമ്പോൾ കർത്താവിന്റെ ദൈവത്വം സംബന്ധിച്ച് സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവരിലെ കുറവിനെ വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടാണ് കർത്താവ് ആ വാക്യങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ
ഈ ദൈവവചനത്തിൽ ജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണ്? ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവൻ പ്രാപിക്കുവാനാണ് ന്യായപ്രമാണം നിങ്ങൾ വായിക്കുന്നു, ന്യായപ്രമാണം പഠിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മനുഷ്യരുടെ ഒരു പരാജയമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരാജയം. ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചാലേ നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു. യഹൂദന്മാരുടെ പ്രശ്നമാണ്. അവർ ദേവാലയത്തിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ ദൈവം അവരാഗ്രഹിക്കുന്നത് പോലെ ആകണമെന്ന് അവർ ന്യായപ്രമാണത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, ജീവൻ പ്രാപിക്കേണ്ടത് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ വേദഭാഗത്തുനിന്ന് പഠിക്കാനായിട്ടുള്ള വിഷയം ബാഹ്യമായ ആചാരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേർപാടിന്റെ അടയാളങ്ങളല്ല, ആചാരങ്ങൾ. ആചാരങ്ങൾ വിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ആചാരങ്ങൾ അഡോപ്റ്റ് ചെയ്താൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കോമൺലി ചിന്തിച്ചു കഴിഞ്ഞാൽ വേർപെട്ട ദൈവമക്കൾ ഒരു കാലത്ത് വേർപാട് അല്ലെങ്കിൽ വേർപെട്ട ദൈവമക്കൾ എന്ന് ഒരു ഐഡന്റിറ്റി, ഒരു സാക്ഷ്യമായിരുന്നു. ഇന്ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു സമുദായം ആയിരിക്കാനാണ്. ആ സമുദായം അതിന് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാൻ. വേർപാട് പാലിക്കേണ്ട, നമുക്ക് ഈ ഒഴുക്കിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചേർന്നങ്ങ് ഒഴുകിപ്പോയാൽ മതി. രക്ഷയെക്കുറിച്ച് പറയുക, വേറൊന്നും വേണ്ട. അപ്പൊ നമ്മളിപ്പോൾ പ്രശ്നം, രക്ഷിക്കപ്പെട്ട് ഏത് സമുദായത്തിൽ നിന്നാലും നേരെ സ്വർഗത്തിൽ പോകും. ബ്രദർ സഭ വന്നാൽ എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ബ്രദർ സഭ വരുന്നതല്ല സ്വർഗത്തിൽ പോകാനുള്ള ഡോറ്, അല്ലെ പെന്തക്കോസ്ത് സഭയിൽ പോകുന്നതല്ല സ്വർഗത്തിൽ പോകാനുള്ള വഴി. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. എന്നാൽ ഈ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച വ്യക്തി തിരുവചനം പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള മനോബോധത്തോടെ വായിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വേർപാടുണ്ടാവും. നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വേർവിട്ടിരിപ്പീൻ. അതുകൊണ്ടാണ് മാറ്റങ്ങളുള്ളത്. ഇനി മാറ്റങ്ങൾ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് കർത്താവ് വെച്ചിരിക്കുന്ന ട്രാക്കിൽ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുണ്ട്. ഇതാണ് 5-ാം അധ്യായത്തിലെ മെയിൻ സന്ദേശം എന്ന് പറയുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ ഉൾക്കൊള്ളത്തക്ക നിലയിൽ വിധേയത്വ മനോഭാവം. കർത്താവെ, എനിക്ക് നിന്നെ മനസ്സിലാക്കണം, എനിക്ക് അങ്ങേ അറിയണം, അങ്ങയുടെ ഇഷ്ടം എനിക്കറിയണം എന്നുള്ള ആഗ്രഹത്തോടെ വചനത്തെ സമീപിക്കുക. യഹൂദന്മാർക്ക് പറ്റിയ പരാജയം, അവരിത് മുഴുവൻ കാണാപ്പാടം പഠിച്ചു. അവര് കുളിച്ചിട്ടാണ് ഇത് പകർത്തിയൊക്കെ എഴുതിയപ്പോൾ ശരീരം മുഴുവൻ കഴുകി വൃത്തിയാക്കിയിട്ട് വളരെ ഭവ്യതയുടെയും ഭക്തിയുടെയും കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവരുടെ ജീവിതത്തിൽ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ അംഗീകരിക്കുവാൻ അവർക്ക് കഴിയാതിരുന്നതിന് കാരണം ഇതിനുള്ളിൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്ന, മോശെ പറഞ്ഞിരുന്ന രക്ഷിതാവിനെ വ്യക്തമായിട്ട് അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല രക്ഷിതാവ്. അതാ പ്രശ്നം. ദാവീദ് രാജാവിന്റെ സിംഹാസനം രാജാവായിട്ട് ഇങ്ങ് വരും എന്നാണ് അവർ പ്രതീക്ഷ. വന്നത് അച്ഛന്റെ മകനായിട്ടാ. അവിടെയാണ് പ്രശ്നം. അത് ഹ്യൂമൻ പെർസെപ്ഷൻ അല്ലെങ്കിൽ മാനുഷികമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ പറ്റിയൊരു വിപത്ത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം എങ്ങനെയായിരിക്കണം, ദൈവം എങ്ങനെ പ്രവർത്തിക്കണം എന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം ഡിസൈഡ് ചെയ്യുവാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അപ്പൊ അതാണ് ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കൃപ തരണം എന്നുള്ള ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുവാനുള്ള ഹ്യൂമിലിറ്റി, താഴ്മ നമുക്കുണ്ടായിരിക്കാൻ വേണം. അങ്ങനെ ഒരു താഴ്മ മനോഭാവത്തോടെ ദൈവവചനം പഠിക്കുമ്പോഴാണ് യഹൂദന്മാർക്ക് പറ്റിയ പരാജയം നമുക്ക് പറ്റാതിരിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവ് പറഞ്ഞ സാക്ഷ്യത്തോടുകൂടി 5-ാം അധ്യായം കർത്താവാക്കളെയും അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? മോശ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. മോശയുടെ അവകാശവാദമൊക്കെ ഉണ്ടെങ്കിലും മോശയുടെ വാക്ക് വിശ്വസിക്കാത്തതുകൊണ്ട് കർത്താവ് ചോദിക്കാം, മോശ എഴുതിയത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ 5-ാം അധ്യായം അവിടെ അവസാനിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വിഷയം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. 5 അപ്പം കൊണ്ട് 5000 ആളുകളെ പോഷിപ്പിച്ച ചരിത്രമാണ്. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു എന്നുള്ളത്. 5000 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആളുകളാണ്, പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു. എനിവേ മിനിമം 5000 ആൾക്കാർ, 5000 ആൾക്കാർ ഉണ്ടായിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് അവിടെ 5000 പേരെ പോഷിപ്പിക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ വായിക്കുന്നതാണ് 6-ാം അധ്യായത്തിലെ പ്രാരംഭ 14 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് നിന്ന് നമുക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് അത് മുഴുവൻ വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യം. എന്നാൽ അതിനകത്ത് നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ചില ആത്മീക പാഠങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാം എന്ന് പ്രതീക്ഷിക്കും. ഇവിടെ
2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ഉള്ള ഒരു സ്വഭാവം ഇത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ പുറകെ പോവുക. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രോഗസൗഖ്യം. ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചസ്, കരിസ്മാറ്റിക് ചർച്ചസ് ഒക്കെ സുവിശേഷത്തെ വ്യാപാരം ചെയ്യുന്നത് രോഗസൗഖ്യം എന്നുള്ള ബാനറിലാണ്. അത് മനുഷ്യന്റെ ഒരു ടെൻഡൻസി. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം തന്റെ ശരീരത്തിന്റെ ആവശ്യം, അതാണ് മെയിൻ വിഷയം. അപ്പോൾ ഇവിടെ സുവിശേഷത്തിന്റെ പ്രസക്തി എന്താണെന്നാണ് കർത്താവ് ഇവിടെ കൃത്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അതാണ് ഈ ഉപമയിലെ അല്ലെങ്കിൽ ഈ ഒരു അത്ഭുതം ചെയ്യുന്നതിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ വിഷയം. ജനം ആവശ്യക്കാരാണ്. ജനത്തിന് ആവശ്യം എന്താ? അവർക്ക് രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്ന് രോഗസൗഖ്യമാണ് പ്രധാന വിഷയം. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനു വേണ്ടി, എന്ത് ലക്ഷ്യത്തിനു വേണ്ടി കർത്താവിനെ പിൻപറ്റുന്നു, അതൊരു പ്രധാന വിഷയം. ഈ കർത്താവിനെ ഇപ്പം ഇവിടെ 5000 പേരുണ്ട്, വേറെ ആയിരക്കണക്കിനുണ്ട്. എണ്ണിക്കൂടാത്ത ആളുകൾ കർത്താവ് ഈ 33.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തപ്പം കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പുറകെ ഇങ്ങനെ പോവാണ്. തിക്കിത്തിരക്കിയ, കർത്താവിന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധം ജനം തിക്കിത്തിരക്കിയാ പോയത്. പക്ഷേ കർത്താവിനെ ഗസമന തോട്ടത്തിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? കാൽവർ ക്രൂശിന്റെ ചുവട്ടിൽ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? അപ്പോൾ ഇവരൊക്കെ വന്നത് ഈ കർത്താവ് വാഗ്ദത്തം വശികയാണെന്നോ ദൈവപുത്രനാണെന്നോ അംഗീകരിച്ചിട്ടല്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: രോഗസൗഖ്യം. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ കടബാധ്യത മാറണം, രോഗസൗഖ്യം മാറണം, ദാരിദ്ര്യം മാറണം, ബാധകൾ ഒഴിയണം. ഇന്ന് അങ്ങനെയൊക്കെയാണ്. പക്ഷെ പ്രാഥമിക ആവശ്യം എന്തായിരുന്നു? കർത്താവ് അത് ശിഷ്യമാക്കി. ഇത് ജനങ്ങളുടെ ഒരു ടെൻഡൻസിയാണ്. അതിനെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. അത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, രോഗസൗഖ്യം വേണമെന്നുള്ളത്. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ട് ഫിലിപ്പോസിനോട്, ഇവിടെ കർത്താവ് വളരെ വ്യക്തിപരമായിട്ട് മറ്റു സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ ഈ പ്രയോഗം കാണുന്നില്ല. നിങ്ങൾ അവർക്ക് തിന്മൻ കൊടുപ്പിന്നുള്ള പ്രയോഗമേ കാണുന്നുള്ളൂ. എന്നാൽ ഇവിടെ കർത്താവ് ഫിലിപ്പോസിനോട് കൃത്യമായിട്ട് പറയുകയാണ്, ഫിലിപ്പോസെ, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. 5-ാം വാക്യം. ഇവിടെ കർത്താവിന്റെ അടുക്കൽ ഇവരെല്ലാം വന്നിരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് ഒരു പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് കർത്താവ് പർവ്വതത്തിന് മലമുകളിലേക്ക് കയറിയതാണ്. ജനങ്ങൾ മുഴുവൻ കർത്താവിന്റെ പുറകെ മലമുകളിലേക്ക് ചെന്നു. എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം എവിടെ ഉണ്ടെങ്കിലും എത്ര ദൂരമാണെങ്കിലും ആൾക്കാർ പോകും. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം ശാരീരിക വിടുതല. എന്നാൽ കർത്താവ് ആ വിടുതലിനെ എങ്ങനെ ആത്മീക വിടുതലിന്റെ ആ ഒരു ആവശ്യകതയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ അടയാളത്തിൽ നമുക്ക് കാണുവാനായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് തരുന്ന ഒരു സന്ദേശം, വിശ്വാസികൾക്ക്, നമുക്ക് കർത്താവ് തന്റെ 12 ശിഷ്യന്മാരുമായിട്ടാണ് മലമുകളിലേക്ക് കയറുന്നത്. അവരോട് പറയുന്ന ഒരു വിഷയം, ഫിലിപ്പോസെ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ സുവിശേഷത്തോടൊപ്പം നമുക്കറിയാം, 2 പേരായിട്ട് ശിഷ്യന്മാരെ അയച്ചിട്ട് അവർ മടങ്ങി വന്നതിന് ശേഷം, ഇവിടെ ഈ സന്ദർഭത്തിൽ അങ്ങനെയല്ല, പക്ഷെ മറ്റ് സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഇവരെ സുവിശേഷമായിട്ട് അയച്ചിട്ട് അവർ തിരികെ വന്ന് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ അവരൊരു പരസ്യ പ്രവർത്തനത്തിന് പോയിട്ട് അല്ലെങ്കിൽ ഫീൽഡ് മിനിസ്ട്രിക്ക് പോയിട്ട് തിരിച്ചു വന്ന് കർത്താവിന്റെ അടുക്കൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിഷയം കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ സുവിശേഷ വേലയിൽ ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളിലുള്ള ഇൻവോൾവ്മെന്റ്, അത് ഒരു പ്രധാന വിഷയം. നമ്മളൊക്കെ അത് ചെയ്യുന്നവരുമാണ്. നമ്മുടെയൊക്കെ നമ്മൾ സഭയുടെ ഹോളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് നടത്തുന്നിടത്തൊക്കെ പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാ, അത് വേണം. പക്ഷെ ഇവിടെ കർത്താവ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു, ഫിലിപ്പോസെ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. എന്നിട്ട് കർത്താവ് ഒരു വാക്ക് അവിടെ കൃത്യമായിട്ട് പറയുക, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഇവിടെ ഫിലിപ്പോസ് സ്വാഭാവികം, ഫിലിപ്പോസിൽ നിന്ന് കർത്താവ് ഇവിടെ നമുക്കറിയാം 5000 പുരുഷന്മാര്, അത് ഏകദേശം അത്രയും സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം കൂടെ വലിയൊരു സമൂഹം അവിടെ നിൽക്കുക. അപ്പോൾ ഇവർ നോക്കിയിട്ട് പറയുകയാണ്, ഇവർക്കൊരു അല്പം അപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് മേടിച്ചാൽ തികത്തില്ല. ഇവരെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഇവരെ തപ്പിപ്പറക്കി ഒരു 200 പണം കാണും. ഇതെല്ലാം കൂടെ സമാഹരിച്ച് നോക്കിയാലും മേടിക്കുവാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഇവരിൽ കർത്താവ് പ്രതീക്ഷിച്ചൊരു വിഷയം, കാനാവിലെ കല്യാണത്തിന് 5 മുന്തിരിച്ചാറ്, പച്ചവെള്ളം മുന്തിരിച്ചാറാക്കിയ കാഴ്ച ഇവർ കണ്ടതാണ്.
മുമ്പോട്ടുള്ള യാത്രയിലൊക്കെ ഇവര് ശമര്യ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു, എനിക്കുള്ളത് സ്വർഗീയ അപ്പമാണ്. ഈ വിഷയമൊക്കെ കർത്താവ് പറഞ്ഞിട്ട് ഈ ശിഷ്യന്മാർക്ക് കർത്താവിൽ വേണ്ടോളം അബ്സോർവ് ചെയ്യുവാൻ, അല്ലെ കർത്താവിന്റെ ആ ലക്ഷ്യത്തെ, അല്ലെ കർത്താവിന്റെ പ്രവൃത്തിയുടെ മഹാത്മ്യത്തെ, അല്ലെ ആ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിലേക്ക് വരുവാനായിട്ട് ശിഷ്യന്മാർ കഴിഞ്ഞു. ഇവിടെ ഫിലിപ്പോസ് പറയുന്ന ഒരു വിഷയം, കർത്താവെ നീ ഒന്ന് കൽപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലെ? മരുഭൂമിയിൽ മന്ന 40-ലധികം വരുന്ന ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി നേരം വെളുക്കുമ്പോഴത്തേനും മുറ്റം മുഴുവൻ കൊത്തമ്പാലരി പോലെ, മല്ലി പോലെ ഇങ്ങനെ ചിതറി കിടക്കുന്ന ആ തേൻ രുചിയുള്ള മന്ന പോലെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ച നേരങ്ങൾ താഴോട്ട് വരും. പക്ഷെ കർത്താവ് പറയുന്നതാ, ഫിലിപ്പോസേ ഇവർക്ക് തിന്നാൻ കൊടുക്കണം. എങ്ങനെയാ കൊടുക്കുക? അതിനകത്ത് രണ്ട് റെസ്പോൺസ്. ഒന്ന്, അവരുടെ വിശ്വാസം, കർത്താവിന് ഇവരുടെ വിശപ്പിന് പരിഹാരം വരുത്താൻ കഴിയുമെന്ന് ഇവർക്ക് വിശ്വാസമുണ്ട്. രണ്ട്, ശിഷ്യന്മാർക്ക് ഈ വിശക്കുന്ന ജനത്തെക്കുറിച്ചൊരു കൺസേൺ ഉണ്ടാകണം, അവർക്ക് വേണ്ടി ഒരു കരുതുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ഫിലിപ്പോസിനോട് പറയായിരുന്നു, കർത്താവെ ഇവർ നമ്മളെ പിൻപറ്റി വരുമ്പോൾ നീ ഇവർക്ക് ആഹാരം കൊടുക്കണം, നിനക്ക് അതിന് കഴിയുന്നൊരു വാക്ക് ഫിലിപ്പോസിന് പറയാമായിരുന്നു. എന്നാൽ അതിലുപരി കർത്താവ് അവിടെ എടുത്ത് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കർത്താവിന് കൃത്യമാണ്. കർത്താവിന്റെ അപര്യാപ്തത എല്ലായിടത്തും. ഫിലിപ്പോസിനോട് പറഞ്ഞാൽ ഇവർക്ക് എന്ത് തിന്നാൻ കൊടുക്കുമെന്ന് ചോദിക്കുന്നത് കർത്താവിന് ഒന്നും അറിയത്തില്ല. അപ്പോൾ കർത്താവ് ഇവർക്ക് കൊടുക്കാൻ പോകും എന്നുള്ള വിഷയം കർത്താവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും സുവിശേഷ വേലയിലും നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ സുവിശേഷം പറയുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഭൗമിക റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട് എന്നുള്ളതാണ് ശിഷ്യന്മാരെ കർത്താവ് ഓർപ്പിക്കുന്ന വിഷയം. വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവർക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നവരെ അത് കർത്താവ് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫിലിപ്പോസ് അവനോട്, ഒരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ തൻ്റെ പരിമിതികൾ ഫിലിപ്പോസ് വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ അടുക്കൽ പറയുകയാണ്. കർത്താവ് അല്പം വയറ് നിറച്ചല്ല, ഒരു പീസ് അപ്പം കൊടുക്കണേ പോലും 200 പണത്തിന് മേടിച്ചാൽ തികയത്തില്ല. അവർ കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. 5000 പേർക്ക് 200 പണത്തിന് മേടിച്ചാൽ എന്താകാനാ റൊട്ടി? ഒന്നും ആകത്തില്ല. പക്ഷെ ഫിലിപ്പോസ് പറയുകയാണ്, കർത്താവെ അല്പം ആയിട്ട് കൊടുക്കണമെങ്കിൽ പോലും 200 പണത്തിന് മേടിച്ചാൽ തികയത്തില്ല. അപ്പോൾ അന്ത്രയോസ് വന്ന് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, 10-ാം വാക്യം, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ. ഇവിടെയാണ് കർത്താവ് ഈ യോഹന്നാൻ ഈ കാര്യത്തിന് ഊന്നൽ കൊടുത്ത് പറയുന്നത്. ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ? 5 അപ്പവും ഉണ്ട്, 2 മീനും ഉണ്ട്, 5000 പേരും ഉണ്ട്. ഇത്രയും ആളുകൾക്ക് ഇത് എന്തുള്ളൂ കർത്താവ്? ഇവിടെയാണ് കർത്താവ് ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇങ്ങനെയുള്ള പരിശോധനകൾ, നമ്മൾ പറഞ്ഞ അവനെ പരീക്ഷിക്കാൻ അത്ര കർത്താവ് ചോദിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കർത്താവ് ഇത്രയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മുടെയൊക്കെ ആത്മീയ ശുശ്രൂഷ ആകെപ്പാടെ എൻ്റെ കയ്യിൽ ഒരു പ്രസംഗമുള്ളൂ, ഇതുകൊണ്ട് ഞാൻ എന്ത് പ്രസംഗിക്കാനെന്ന് ചോദിക്കുന്ന പോലെ. ആ ഒരു പ്രസംഗം, ആ ഒരു ചെറിയ കൃപാവരം, ആ ചെറിയൊരു സാഹചര്യം, അത് നമ്മൾ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് അത് എങ്ങനെ വിനിയോഗിക്കപ്പെടും അല്ലെങ്കിൽ ഉപയോഗിക്കും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഈ 2 യവത്തപ്പവും 2 മീനും, 5 യവത്തപ്പവും 2 മീനും. ഈ അന്ത്രയോസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ബാലകന്റെ കയ്യിൽ ഇതുണ്ട് എന്നുള്ള കാര്യം അന്ത്രയോസ് മനസ്സിലാക്കി. ഇത് ശിഷ്യന്മാരുടെ കയ്യിലല്ല ഈ 5 അപ്പവും 2 മീനും ഇരിക്കുന്നത്, അവിടെ വന്ന ഒരു കുട്ടിയുടെ കയ്യിലാണ്. അപ്പം നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്നവരുടെ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ സഭയിൽ, സഭാ ഹാളിലിരിക്കുന്ന സഹവിശ്വാസികളുടെ വയറ് വിശന്ന് കരിയുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രക്ഷഭദ്രമാണ്, നേരെ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെയല്ല, സ്വർഗ്ഗത്തിൽ പോവും, അതിന് സംശയമൊന്നുമില്ല. വാസ്തവമായി രക്ഷിക്കപ്പെട്ട് വ്യക്തിയാണ് സ്വർഗ്ഗത്തിൽ പോയ സംശയമൊന്നുമില്ല. പക്ഷെ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് വന്നപ്പോൾ കർത്താവ് അവിടെ കാണിക്കുന്ന ഒരു വിഷയം, ഈ 5000 പേര് വന്നതിൽ ഈ ഒരു പയ്യന്റെ അമ്മ, ആ പയ്യന്റെ കയ്യിൽ അവന് വിശക്കുമെന്നും അവൻ യേശുവിന്റെ വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്, അവന്റെ കയ്യിൽ ഒരു സ്നാക്സ് കൊടുത്തു വിട്ടിരിക്കുക, 5 യവത്തപ്പവും 2 മീനും. അവൻ അത് ഓക്കെ, തിന്നു കഴിഞ്ഞാൽ വയറ് ഫുൾ. അന്ത്രയോസ് ഇത് കണ്ടുപിടിച്ച്, അവൻ ഈ കൊച്ചിനെ കണ്ട്, അന്ത്രയോസ് അവനെന്ന് പറയാൻ പാടില്ല, അപ്പോസ്തലനാണല്ലോ, അന്ത്രയോസ് ഈ കൊച്ചിനെ കണ്ടിട്ട് ചെന്ന് കുശലമൊക്കെ ചോദിച്ചു, മോനെ എന്തുവാ പാത്രത്തിൽ? അമ്മ പൊതിഞ്ഞു കെട്ടി തന്നു വിട്ടതാ, 5 അപ്പം ഉണ്ട്, 2 മീനും ഉണ്ട്. അപ്പോഴാണ് കർത്താവിന്റെ ചോദ്യം, ഇവർക്ക് തിന്നാൻ എന്ത് കൊടുക്കും? അന്ത്രയോസ് പറയുക, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ, ഇത് മേടിച്ചോണ്ട് വന്നത് എന്റേതാന്നല്ല പറഞ്ഞത്, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഇതെന്നൊരു പാഠം ആത്മീക ശുശ്രൂഷ രംഗത്ത് നാം ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ചെന്ന് അങ്ങോട്ട് ശബ്ദിച്ചിട്ടിട്ട് ഇങ്ങോട്ട് പോരുകയല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാ, അങ്ങോട്ട് ചെന്നു മൈക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്തു,
കർത്താവ് വീണ്ടും വരും, നിങ്ങളൊക്കെ പാവികളാണ്, നേരെ നരകത്തിൽ പോകും, വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകും, ഒറ്റ ഛർദ്ദിയിലാണ്, ഛർദ്ദിയിൽ നിങ്ങൾ തിരിച്ച് വണ്ടി കരിങ്ങി പോരും. രക്ഷിക്കപ്പെടാത്തവരൊക്കെ സുവിശേഷം കേട്ട നിമിത്തം നരകത്തിൽ. സഭാഹോളിൽ വചന ശുശ്രൂഷ എന്നാൽ ഒരു ഒറ്റ പ്രസംഗമാണ്, നിങ്ങളൊക്കെ തെറ്റുകാരാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, മാനസാന്തരപ്പെട്ട നിങ്ങൾക്ക് കൊള്ളാം. നോ. സഭയിലായാലും സമൂഹത്തിലായാലും ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികളുടെയും മറ്റുള്ളവരുടെയും സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ടുള്ള ആത്മീക ഉൾക്കാഴ്ച, ഇത് കർത്താവ് ശിഷ്യന്മാർക്ക് അങ്ങ് ട്രെയിൻ ചെയ്യുക. ഇവർക്ക് തിന്നാൻ എന്തു കൊടുക്കും? കർത്താവ് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ അഞ്ചപ്പമോനെ കർത്താവിന് അറിയത്തില്ലേ? സർവജ്ഞാനായ കർത്താവിന് അറിയാം, ഈ പയ്യന്റെ കയ്യിൽ 5 അപ്പവും ഉണ്ട് 2 മീനും ഉണ്ട്, മോനെ ഈ 5 അപ്പം 2 മീനും കൊണ്ടുപോകാൻ, ഞാനിപ്പോൾ 5000 പേർക്ക് കൊടുക്കാൻ കർത്താവിന് പറയാം. ഇനി അത് ആവശ്യമില്ലാതെ തന്നെ കർത്താവിന് നേരെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുക്കാം. ഇതൊന്നും കർത്താവ് ചെയ്ത ശിഷ്യന്മാരോട് ചോദിക്കുക, ഇവർക്ക് എന്തു കൊടുക്കും? വിശ്വാസികൾക്ക്, തന്റെ ശിഷ്യന്മാർക്ക്, അപ്പോസ്തോലന്മാർക്ക് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിധിക്കേണ്ട, നിങ്ങൾ അധ്വാനിക്കുന്നവൻ കൂലിക്ക് യോഗ്യനാണ്, സുവിശേഷകന്മാര് സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം, പെർഫെക്റ്റ് ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുവിശേഷന്മാരും എന്തറിയണം? വിശ്വാസിയുടെ അവസ്ഥ അറിയണം. അപ്പോസ്തോലന്മാര് വിശ്വാസികളുടെ അവസ്ഥ അറിയണം. സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ സുവിശേഷം അറിയിക്കുന്ന വ്യക്തികളുടെ വീട്ടിലെ അവസ്ഥ നമ്മൾ അറിയണം. നമ്മളാൽ ആവോളം കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം, അവരുടെ വിശപ്പ് പറയുമ്പോൾ അതിന് പരിഹാരം ഒരുക്കുവാനായിട്ട്. അപ്പോൾ ഈ അന്ത്രയോസ് എന്ത് ചെയ്തു? അന്ത്രയോസ് ഈ ബാലകനെ കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നു. അപ്പൊ ഞാനോട് പറയാൻ ഉദ്ദേശിച്ച വിഷയം, നമ്മുടെയൊക്കെ വിശ്വാസിക്കാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ വൊമിറ്റ് ചെയ്യുകയാണ്. നമ്മൾ തലച്ചോറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ വായിലൂടെ വൊമിറ്റ് ചെയ്ത് ജനങ്ങളോട് പ്രസംഗിക്കുന്നു. ജീവിതവുമായിട്ട് ഇതിന് അറ്റാച്ച്മെന്റ് ഇല്ല. കർത്താവ് ഇവിടെ കാണിച്ചു, അന്ത്രയോസേ, ഫിലിപ്പോസേ, നിങ്ങൾ എന്നെ പിൻപറ്റുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കണം, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. അതാണ് ദാറ്റ്സ് മൈ കമാൻഡ്മെന്റ്. നിങ്ങൾ ഈരണ്ടായി പോകണം, ടീമായിട്ട് പോകണം. ഇതൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ അവരുടെ അവസ്ഥയെ, അവരുടെ കയ്യിൽ എന്തുണ്ട്, അവരുടെ കയ്യിൽ എന്തില്ല എന്ന് നിങ്ങൾ അറിയണം. അവരുടെ വിശപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണം. അവരുടെ ആവശ്യകതയെ കുറിച്ച് നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകണം. സ്ഥലം സഭയിലെ വിശ്വാസികളെ കുറിച്ച് സ്ഥലം സഭയിലെ മൂപ്പന്മാർക്ക് ഒരു കൺസേൺ ഉണ്ടാകണം, സുവിശേഷന്മാർക്ക് കൺസേൺ ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും ഞായറാഴ്ച രാവിലെ വന്ന് ഫ്രണ്ടിൽ ഇരുന്ന് അപ്പോൾ ഞുറുക്കി വീഞ്ഞും എടുത്തു കൊടുത്ത് ആശീർവാദം പറഞ്ഞു പോകുന്നതാണ് ശുശ്രൂഷ. അതിൻ്റെയൊക്കെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഷെപ്പേഡിങ്, ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ, ചിലർ പിന്മാറ്റത്തിലായിരിക്കാം, ചിലർ ജീവിതത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഇരിക്കുകയായിരിക്കാം. ഉടനെ മുടക്കി പുറത്താക്കാൻ ഇവിടെ ഒരു മൂപ്പനെയും കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. സഹോദരന്മാരെ, ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായി നിങ്ങൾ അവനെ യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ അവന്റെ അടുക്കലേക്ക് ചെല്ലണം, അവന്റെ കുറ്റം അറിയണം. അപ്പൊ മേത്തൊക്കെ കുറച്ച് ചെടി പറ്റും. നമ്മളെ സ്യൂട്ടും കോട്ടൊക്കെയായിട്ട് ഫ്രണ്ടിലിരുന്ന ഒറ്റ കൽപ്പനയാ, കടക്ക് പുറത്ത്. അത് മൂപ്പന്മാരല്ല, ദൈവമാക്കി വെച്ച മൂപ്പന്മാരല്ല. ഇവിടെ പറയുന്ന വിഷയം, അന്ത്രയോസെ, നീ ആ ജനത്തിന്റെ അവസ്ഥ അറിയണം. ഫിലിപ്പോസെ, അവരുടെ വിശപ്പ് നീ അറിയണം. സഭയ്ക്കുള്ളിലെ വിശ്വാസികളുടെ അവസ്ഥ പരസ്പരം അറിയണം, ശുശ്രൂഷകന്മാരറിയണം. ഇതറിഞ്ഞിട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കണം. എന്താ? ഒരാളുടെ കയ്യിൽ 5 അപ്പം 2 മീനും ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് അത് ക്രമീകരിക്കുവാനായിട്ട് ഒരു ആത്മീക പുഷിങ്, ഒരു ഡയറക്ഷൻ, ഒരു ഷെയറിങ് ആറ്റിറ്റ്യൂഡ് അവരെ പഠിപ്പിക്കണം. ഇന്ന് നമുക്കെല്ലാം ഇങ്ങോട്ട് ഓൺലി ഇൻകമിങ്, ഇങ്ങോട്ട് പോട്ടെ, ഇൻകമിങ് മാത്രം, നോ ഔട്ട് ഗോയിങ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇപ്പം മനസ്സിലാക്കുന്നില്ല. നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചൊക്കെ ഒത്തിരി പുകഴും, അവരങ്ങനെയായിരുന്നു, ത്യാഗം സഹിച്ചു, അവരില്ലായ്മയിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തതൊക്കെ. നമ്മളും ദൈവം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നില്ലെന്നല്ല, കൊടുക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ന്യായപ്രമാണം പരീശന്മാര് വായിച്ചതുപോലെ ഒരു കൊടുപ്പാകരുത്. അവസ്ഥയറിഞ്ഞ് ആത്മഭാരത്തോടെ നമ്മളത് ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടൽ തന്നെയായിരിക്കും. ഇവിടെ ഈ 5 അപ്പവും 2 മീനുമായിട്ട് ഈ ബാലൻ വന്നു. ആ ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉടനെ യേശു എന്ത് പറഞ്ഞു? 10-ാം വാക്യം, ആ സ്ഥലത്ത് വളരെ ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാർ അവിടെ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി 200 കൊടുത്തു. ഇവിടെ ഈ പയ്യനില് ഒരു പ്രത്യേകതയുണ്ട്. ഇവനോട് ഈ 5 അപ്പം അവന്റെ മമ്മി കൊടുത്തു വിട്ടതാണ്, മോനെ ഇത് നിനക്കുള്ളതാ. അന്ത്രയോസ് വളരെ, നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞങ്ങനെ കൊടുക്കത്തില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർത്തും, നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിൽ ഒരു മിഠായി കിട്ടിയാൽ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആണ് എക്സ്പീരിയൻസ്. പിന്നെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഈ ബാലകൻ ഈ 5 അപ്പവും 2 മീനും കൊടുത്തു. അന്ത്രയോസ് ആ കുഞ്ഞിനെ ഈ യേശു കർത്താവിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുവാനായിട്ട് കൃത്യമായ
അല്ല ദർശനമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് സാധിച്ചു. 2, യേശു കർത്താവ് ആ പയ്യനോട് പറയാം, മോനെ നീ അതിങ്ങ് താ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതുകൊണ്ടാണല്ലോ കർത്താവ് അത് വാഴ്ത്തി നുറുക്കിയത്. ഇവിടെ ജനത്തിന് പ്രശ്നമുണ്ട്. ജനത്തിന് പ്രശ്ന പരിഹാരം വരുത്തുവാനായിട്ട് ദൈവജനത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ജനത്തിന് പ്രശ്നമുണ്ട്. ജനത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് ദൈവജനത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിന് അവര് അപര്യാപ്തര എന്ന് പറഞ്ഞാൽ പല പരിമിതി ഉള്ളവരാണ്. എന്നാൽ ഈ പരിമിതികളെ അല്ല ഇവിടെ പറയുന്നുണ്ട്, അവർ പോയി മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ വിഷയം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു അവർ പോയി അവരെ പറഞ്ഞു വിട്, അവർ പോയി ആഹാരം കഴിച്ചിട്ട് വരട്ടെ. നമ്മൾ കൺവെൻഷനൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ. എന്നാലും കൺവെൻഷനൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ട് പോയിട്ട് ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും സ്നേഹസദ്യയൊക്കെ കഴിച്ചിട്ടാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ 12 മണി വരെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇനി വീട്ടിൽ പോയി കഴിച്ചിട്ട് വരിക എന്ന് പറയുന്നത് അവിടെ സ്നേഹസദ്യ കൊടുക്കുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ശിഷ്യന്മാർ നോക്കുമ്പോൾ ഈ 5000 പുരുഷന്മാർക്ക് കർത്താവും ഉണ്ട്, ഞങ്ങൾ 12 പേരും ഉണ്ട്, 10 പൈസയ്ക്ക് പ്രയോജനമില്ലാത്ത ഞങ്ങൾ 12 പേരും ഉണ്ട്, അവർ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞത് നിങ്ങൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അന്ത്രയോസ് കൃത്യമായിട്ട് ആ വിഷയം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കർത്താവ് പഠിപ്പിക്കുന്ന ഉദ്ദേശം ജനങ്ങൾക്ക് എന്നും ആവശ്യമുണ്ട്, രോഗസൗഖ്യമുണ്ട്, ആഹാരം ആവശ്യമുണ്ട്, അതവർക്ക് ആവശ്യമാണ്. ദൈവദാസന്മാർക്ക് ഈ വിഷയത്തിൽ കരുതുവാൻ ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമല്ല, ആദ്യമായിട്ട് നമ്മൾ അവർക്ക് ഇത് കരുതണം. നമ്മളോട് വന്ന് ഒരാൾ ഒരു ആ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ ഒരു ട്രാക്ട് എടുത്തു കൊടുക്കുക, പൈസ കൊടുക്കുന്നില്ല. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം? ഇന്ന് വിശ്വാസികളെ കുറിച്ചൊക്കെ ചെറിയ പരാതിയുണ്ട്. 10 പൈസ ഒരു മനുഷ്യന് കൊടുക്കത്തില്ല, പിച്ചക്കാർക്ക് 10 പൈസ കൊടുക്കത്തില്ല. വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലാട്ടോ, എനിക്ക് കേരളത്തിന് പുറത്തറിയില്ല. ആ വീട്ടിൽ ചെന്നാൽ 10 പൈസ കിട്ടത്തില്ല പിച്ചക്കാർ പറയണേ. പിന്നെ കൊടുത്തു പോയാൽ അവർ ഒഴിഞ്ഞിട്ട് നേരമില്ല, അത് വേറൊരു സത്യം. പക്ഷെ ഇവിടുത്തെ പ്രധാന വിഷയം ജനത്തിന്റെ ഭൗതിക വിഷയങ്ങൾ കൂടി പരിഹരിക്കുവാനായിട്ട് ദൈവം തന്റെ ദാസന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി അവിടെ മൂന്നാമതായിട്ട് നമുക്ക് കാണാവുന്ന വിഷയം, യേശു ക്രിസ്തു ജനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ മതിയായവനാണ്. അതിനുള്ള വിഷയം സാഹചര്യങ്ങളുടെ മേൽ ആധിപത്യമുള്ളവനാണ് നമ്മുടെ കർത്താവ്. 5000 അല്ല, 10000 അല്ല, 1,00,000 അല്ല, എത്ര പേര് വന്നാലും അവർക്കു വേണ്ടി കരുതുവാനായിട്ട് മതിയായവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ ദാസന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ബോധ്യം അത് തന്നെയാണ്. നമുക്കൊരു ഭൗമിക അതായത് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉള്ളതുപോലെ തന്നെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇരമ്യാ പ്രവചനം 32:17 വരുമ്പോൾ അവിടെ ഇരമ്യാ പ്രവാചകൻ കർത്താവിനെ സകലത്തിനും മതിയായവനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 11-ാം വാക്യത്തിൽ, പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ഇവിടെ അല്പമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന റെസ്പോൺസിബിലിറ്റി, വ്യക്തിപരം, നമ്മുടെ സഭയിൽ വിശ്വാസികൾ തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പരസ്പരം. ഇന്ന് അത് വളരെ കുറവാണ്. നമ്മൾ സെൽഫ് സെന്റേഡ് ആയിരുന്നു. നമ്മൾ രാവിലെ കാറിന് വന്നു, ഹോളിൽ കയറി കർത്താവിനെ ആരാധിച്ചു, തിരിച്ചു വണ്ടി കയറി നമ്മൾ പോയി. അറിയുന്നവരുണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെയല്ല. ആരും എന്നെ അങ്ങനെ സനിസൗരം അങ്ങനെ അടച്ചപേക്ഷിച്ച അല്ല, എല്ലാവരും അങ്ങനെയല്ല. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വിശ്വാസികൾ പൊതുവെ കൺസേൺഡ്. എന്നാൽ എങ്ങനെയാണ് ആ ദൈവദാസന്റെ സാഹചര്യം, എങ്ങനെയാണ് ആ വിശ്വാസിയുടെ സാഹചര്യം, എങ്ങനെയാണ് ആ മൂപ്പന്റെ സാഹചര്യം ഒന്ന് അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. അല്പമേ നമ്മുടെ കാണത്തുള്ളൂ. പക്ഷെ ആ അല്പം അത് കർത്താവിങ്കലേക്ക് ഫലമേൽപ്പിച്ചു കൊടുത്താൽ ആ ലഭിക്കുന്ന വ്യക്തിക്ക് അത് തൃപ്തിയുടെ അനുഭവമായിരിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു, അങ്ങനെ തന്നെ മീനും കൊടുത്തു, അവർക്ക് തൃപ്തിയായ ശേഷം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്ത് കാര്യം ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ, അതായത് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് തിന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞ ഏമ്പക്കം വരത്തക്ക നിലയിൽ അവർ തൃപ്തരായി. വിശന്ന് കുടല് കരിഞ്ഞ് കർത്താവിന്റെ പുറകെ മണിക്കൂറുകളായിട്ട് നടക്കുന്ന അവർക്ക് ഈ അപ്പം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ തിന്ന് തൃപ്തരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആത്മീക അർത്ഥം, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സഭയ്ക്കുള്ളിലേക്ക് നമ്മളോട് ചേർന്ന് വരുമ്പോൾ, സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുവാണല്ലോ. ഒരു വ്യക്തി നമ്മൾ സുവിശേഷം പറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് നമ്മളോട് ചേരുക, സഭയോടെ ചേർന്ന്, അത് ശരി. നമ്മൾ പലപ്പോഴും അത് സഭയോട് ചേർത്ത് നമ്മൾ കൈവിട്ടിട്ട് പോവുക ചെയ്യുന്നത്. സഭ കർത്താവ് നോക്കിക്കോളും, അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞത് എന്താ? സകല ജാതികളെയും ശിഷ്യരാക്കുക. ശിഷ്യപ്പെടുത്തുന്നതിനെ കൂടെ കൂട്ടി
പരിശീലിപ്പിച്ചു കൊണ്ട് കിടക്കാന്ന്. അപ്പൊ രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി അങ്ങനെ ജീവിച്ചോട്ടെ എന്നല്ല. അതാണ് ഇന്നത്തെ സിസ്റ്റം. അതുകൊണ്ടാണ് സഭകളൊക്കെ ഇങ്ങനെ ശുഷ്കിച്ചു പോകുന്നത്. ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവന്റെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ചേർന്ന് നിന്ന് അവനൊരു പിൻബലമാകുവാനായിട്ട് വിശ്വാസികൾക്കും മൂപ്പന്മാർക്കും സുവിശേഷകന്മാർക്കും ഉപദേഷ്ടക്കന്മാർക്കും സഭയ്ക്കും കഴിയണം. സഭയിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി കർത്തമേശം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ്, പിന്നെ തന്നെ വളർന്നോളും. അല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ശിഷ്യപ്പെടുത്തണം. ഇവിടെ അങ്ങനെ വന്ന് അവർക്ക് തൃപ്തിയായ ശേഷം എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ ഒരു സംതൃപ്തിയിലേക്ക് വരിക. ഇനി ജനത്തിന് തൃപ്തിയായി, ഇനി അതിനുശേഷം എന്താ പറഞ്ഞത്? ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടപ്പെടാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടപ്പെടാതെ. വേസ്റ്റ് ആക്കരുത്, ഫുഡ് വേസ്റ്റ് ആക്കരുത്. അതാ മോറൽ ലെസൺ. ദൈവം അനുഗ്രഹം തന്നു കഴിയുമ്പോൾ ആ അനുഗ്രഹത്തെ വേസ്റ്റ് ആക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം സമൃദ്ധിയായിട്ട് ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ വില അറിയില്ല. ഇവിടെ തിന്ന് തൃപ്തരായ ജനത്തിന് ശേഷം പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കഷ്ണം പോലും നിങ്ങൾ ഒഴിവാക്കരുത്, കൃത്യമായിട്ട് അത് കളക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടുവരണം? ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ച് 12 കുട്ട നിറച്ചെടുത്തു. കർത്താവ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചവർക്ക് ഓരോ കൊട്ടയപ്പം. ഇതിക്കുള്ള എങ്ങനെയാ കർത്താവ് അവർ ഒരു ആത്മീയ സത്യം പഠിപ്പിക്കുക? കർത്താവെ അല്പം കൊടുക്കണമെങ്കിൽ 200 കാശ് തികയത്തില്ലെന്നാ ഫിലിപ്പോസ് പറഞ്ഞത്. അന്ത്രയോസ് പറഞ്ഞത് എന്താ? 5 അപ്പം കൊണ്ട് 2 മീൻ, ഇതുകൊണ്ട് എന്തു ചെയ്യാനാ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയ സുവിശേഷവേല മാത്രമല്ല, നമ്മൾ സഭയിൽ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു പാട്ട് പാടുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, കൃപാവരങ്ങൾ നാം ഉപയോഗിക്കും. കർത്താവെ, എനിക്ക് ആകെപ്പാടെ ഉള്ളത് ഈ കൃപാവരമ, സഭകള് തൂക്കുന്ന ഒരു കൃപാവരമ, ഇതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? അത് കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തു നോക്കിക്കേ എന്ന് പറഞ്ഞാൽ, ഞാനിത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന മനസ്സോടെ പൂർണ്ണ തൃപ്തിയോടെ ചെയ്താൽ തീർച്ചയായിട്ടും 12 കൊട്ട നിറച്ചെടുക്കുന്നത്. ഈ 12 ശിഷ്യന്മാർക്ക് ഈ 12 കൊട്ട കിട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവർ ഈ കൊട്ടയും തൂക്കി പിടിച്ച്, കർത്താവ് പറഞ്ഞു നുറുക്കി കൊടുക്കാൻ പറഞ്ഞു, ഇവർ ഈ കൊട്ടയും തൂക്കി പിടിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് കർത്താവ്, നിങ്ങൾ വിശന്നിരിക്കില്ല, ഓരോ കൊട്ട കഴിച്ചോളെ. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. 3-20 വാക്യം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. എഫെസ്യർ 1:3 വരുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചു. ഫിലിപ്പിയർ 4:19 വരുമ്പോൾ തൻ്റെ ധനത്തിനൊത്ത് നമ്മുടെ ആവശ്യങ്ങളെ തീർത്തു തരും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്ത്? ഈ പയ്യൻ, ഈ ബാലൻ 5 അപ്പം 2 മീൻ, അത് അവന് കഴിക്കാനുള്ളതാ, വേറെ ആർക്കും ഉള്ളതല്ല, അവനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് വയറും നിറഞ്ഞെന്ന് മാത്രമല്ല, 5000 പേർക്കും അവിടെ കൂടിയിരുന്ന സകല ജനത്തിനും വയറും നിറഞ്ഞെന്ന് മാത്രമല്ല, ഇതിൽ അധ്വാനം ചെയ്ത കർത്താവിന്റെ ദാസന്മാരായ 12 അപ്പോസ്തലന്മാർക്കും ഓരോ കൊട്ട കിട്ടുവാനായിട്ടിടെ. ആ ബാലന്റെ ആ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ചെയ്ത ഒരു കമ്മിറ്റ്മെന്റ്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ സമൂഹത്തിന് മൊത്തം മാത്രമല്ല, അതിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ലഭിക്കുവാനായിട്ടിടയായി. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പരിമിതമായ വസ്തുക്കൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ അല്പമേ കാണത്തുള്ളൂ. അത് നമ്മൾ കർത്താവിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ കൊടുത്താൽ, കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? ആവശ്യക്കാരെ അറിഞ്ഞ്, അല്ലെ? ഇവിടെ വിശന്നിരിക്കുന്ന ജനത്തെ കണ്ടു കഴിയുമ്പോൾ, കാരണം ഈ പയ്യൻ അവരുടെ വൺ എമംഗ് ദം എന്ന് പറഞ്ഞാൽ ഈ 5000-ൽ ഒരുവനാണ്, അല്ലെങ്കിൽ ഈ 10,000-ൽ ഒരുവാണ് ഈ ബാലൻ. അവനും ഈ കൂട്ടത്തിൽ അവനറിയാം, വിശന്നും ദാഹിച്ചും ഇരിക്കുന്ന ഈ ജനത്തെ കണ്ടപ്പോൾ അവൻ പറയും, എൻ്റെ ഈ 5 അപ്പം എൻ്റെ വയറെന്നറിയും, പക്ഷെ ഈ 5000 പേരെ വയറ് നിർത്തി, അതുകൊണ്ട് ഇത് കർത്താവിന് കൊടുത്തേക്കാം. കർത്താവ് പ്രവർത്തിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മുടെ അല്പമുള്ളത് കൊടുത്താൽ അത് അനേകർക്ക് പ്രയോജനമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ 14 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന വിഷയം അതാണ്. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറയും. ഇത് വിശ്വസിക്കരുത് കേട്ടോ. ഈ പ്രവാചകനെ ഇവർ അംഗീകരിച്ചിട്ടില്ല. ഈ 5000 പേരും അംഗീകരിച്ചിട്ടില്ല. ഇവർ വിശ്വസിച്ചത് എന്താ? ഇവൻ വരുവാനുള്ള ഒരു പ്രവാചകനാണ്, അത്രയേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞു, കർത്താവിന്റെ യാത്രയിൽ ഒത്തിരി പേര് ഇങ്ങനെ, നീ പ്രവാചകനാണ്, നീ വാസ്തവമായും ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞ് കൂടി. പക്ഷെ ക്രൂശിങ്കലേക്ക് വന്നപ്പോൾ അവിടെ ചുരുക്കം പേരെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് തിന്നാൻ കിട്ടുമ്പോൾ അവൻ പ്രവാചകനാ, അല്ലെങ്കിൽ നീ ആര്? ദൈവപുത്രനോട് സമനാക്കി. പ്രശ്നമാണ് മുഴുവൻ. ദൈവദാസന്മാർക്കും അങ്ങനെയാണ്. ദൈവദാസന്മാരെ വിശ്വാസികൾക്ക് ഇഷ്ടമുള്ളത് ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അനുഗ്രഹം ഉള്ളപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസം വന്നു നോക്കിയാൽ അവനെ
കർത്താവിന് 3 ആണിയല്ലേ ക്രൂശിച്ചുള്ളൂ. നമ്മൾ ശൂലത്താൽ നിറയ്ക്കും. അങ്ങനെയല്ല. ഇവിടെ ഈ ഒരു ആത്മീയ പാഠം നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, കൃപകൾ, സമ്പത്ത്, ആരോഗ്യം, നമ്മുടെ വിവിധ സാഹചര്യങ്ങൾ, ഇത് കർത്താവിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് സമൂഹത്തിന് പൊതുവായിട്ട് പ്രയോജനപ്പെടും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മൾ കേവലം ഒരു വിശ്വാസികളായിട്ട് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ജീവിക്കുമെന്നതല്ല. നമ്മൾ നമ്മുടെ സഭയിൽ നിൽക്കുമ്പോൾ ആ സഭയിൽ ഓരോ വിശ്വാസികളെ കുറിച്ചും ഇൻ ആൻഡ് ഔട്ട് കയറി ചെന്ന് അന്വേഷിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരുടെ സ്വകാര്യതയാണത്. എന്നാൽ അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ആത്മീക ഹൃദയ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. പണ്ട് അങ്ങനെയല്ലായിരുന്നു. വിശ്വാസികൾ ഒരു മനസ്സോടെ കൂടി വന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ വെച്ച് അവർ ഒരു വെച്ച് കൂടി വന്നു, പൊതുവകയെന്നെണ്ണി. ഇതൊക്കെയാണ് ആത്മീക ഉണർവിന്റെ അനുഭവം. ഈ ആത്മീക മന്ദതയുണ്ട് നമ്മളെല്ലാം എന്നിലേക്ക് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾക്ക് ദൈവസേനയിൽ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുമ്പോൾ, സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, എൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തിട്ട് പോരുകയല്ല, അവിടെയുള്ള വിശ്വാസികളുടെയും ഞാൻ സുവിശേഷം അറിയിക്കുന്ന വ്യക്തികളുടെയും സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ടാവുന്നത് ചെയ്യുവാനായിട്ടുള്ള ഒരു മനോഭാവം കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ഉത്തരവാദിത്വം. നിങ്ങൾക്ക് കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കൊരു മനസ്സുണ്ടാകണം. ഇവർക്ക് എൻ്റെ കർത്താവിനെ കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ബോധ്യം. ഫിലിപ്പോസിനോട് കർത്താവ്, ഈ 5000 പേരുടെ വിശപ്പ് മാറ്റുവാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? കർത്താവ് ഇൻഡയറക്ട്ലി അതാ ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു കർത്താവ് അറിഞ്ഞു എന്ന് പറഞ്ഞു. കർത്താവ് ചോദിച്ചു, ഫിലിപ്പോസേ ഇവർക്ക് ആഹാരം കൊടുക്കണം. അപ്പൊ ഫിലിപ്പോസ് സ്വാഭാവികമായിട്ട് കർത്താവ് നിനക്ക് കഴിയും, അത്രയും ഫിലിപ്പോസ് പറയും. പക്ഷെ ഫിലിപ്പോസ് ഒന്നിനെ വറീഡായി, കർത്താവെ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ അടയാളമൊക്കെ കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതിലെ ആത്മീക പാഠങ്ങൾ കുറിക്കുള്ള. കർത്താവെ ഇതുകൊണ്ട് എന്തു ചെയ്യാനാ? എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് വലിയ സാഹചര്യങ്ങളില്ല, പക്ഷെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടെങ്കിൽ ആ പിഞ്ച് ബാലൻ കൊടുത്തതുപോലെ അത് അനേകർക്ക് അനുഗ്രഹമായി തീരും. കൊടുക്കുവാനുള്ള മനസ്സ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കർത്താവിന്റെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത്. നമ്മൾ മനുഷ്യർക്ക് കൊടുത്ത ഒരു പ്രശ്നമുണ്ട്, അവരെ തിരിച്ച് നമ്മളോട് നന്ദിയേട് കാണിച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും. കർത്താവിന് കയ്യിലോട്ട് കൊടുത്താലോ, അന്നത്തെ എന്ത് വന്നാലും കർത്താവാണ്, നമ്മളും കർത്താവും തമ്മിലാണ് കാര്യവിചാരകത്വം. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ വിഷയങ്ങളെ കുറച്ചുകൂടി ആഴമായി ചിന്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനായിട്ട് ഈ പഠനം മുഖാന്തരമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.